ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയെ കുറിച്ചാണ്. PSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെട്ടിരുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നതും മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരളത്തിൽ വിശേഷിക്കപ്പെട്ടിരുന്നത് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നാണ്. പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം കൽക്കുളമാണ്, പത്മനാഭപുരം. മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളമാണ്, വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണ്. ആധുനിക അശോകൻ എന്ന് അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. കൃഷ്ണശർമ്മൻ മാർത്താണ്ഡവർമ്മ രാജാവിന്റെ ആസ്ഥാന കവിയായിരുന്നു. തിരുവിതാംകൂറില് ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. കന്യാകുമാരിക്ക് സമീപം വട്ടകോട്ട നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയെ കുറിച്ച് അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.